കോട്ടയത്ത് നടന്ന ഇരട്ട കൊലപാതകം ഭൂരിപക്ഷം ആൾക്കാരും പറയുവാണ് ഇതൊരു മലയാളിക്ക് ഇത്തരത്തിൽ ചെയ്യാൻ കഴിയില്ല. കാരണം ഇത്രയും ബ്രൂട്ടലായിട്ട് കൊല്ലാൻ വേണ്ടി ഒരു അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് മാത്രമേ കഴിയുള്ളൂ. കാരണം മുന്നിൽ ഒരാളുണ്ട്, അമിത് എന്ന് പറയുന്ന അവിടെ ജോലി ചെയ്തിരുന്ന ഒരു അസാമീസ് സ്വദേശി. അപ്പം ഒരു കാര്യം മാത്രം ചോദിച്ചോട്ടെ, വെഞ്ഞാറമൂടിൽ അഫാൻ എന്ന് പറയുന്ന ഒരു പയ്യൻ കൊന്നത് അവൻ്റെ കൂടപ്പിറപ്പിനെയും സ്നേഹിച്ച പെണ്ണിനെയും മറ്റ് ബന്ധുക്കളെയുമാണ്. അത്രയും ക്രൂരമായിട്ട് ചുറ്റിക ഉപയോഗിച്ച് അത്രയും വികൃതമാക്കി കൊല്ലുന്ന സമയത്ത് അവനൊരു മലയാളി തന്നെയായിരുന്നു. അവൻ്റെ ഉദ്ദേശവും ഈ പറയുന്ന പകയും ബാക്കി കാര്യങ്ങളും തന്നെയായിരുന്നു. അപ്പം ഇത് എന്തുകൊണ്ടൊരു മലയാളിക്ക് ചെയ്തുകൂടാ? അതിലപ്പുറത്തേക്ക് ഏതൊരു മന്ദബുദ്ധിയാണ് സ്വന്തം പേര് എഴുതി വെച്ച് പോയി കൊലപാതകങ്ങൾ നടത്തുന്നതെന്ന് മനസ്സിലാവാത്തൊരു കാര്യമാണ്. ഇനി ആ മകൻ്റെ കൊലപാതകം, അത് 7 വർഷങ്ങൾക്ക് ഇപ്പുറം ആ അച്ഛൻ നടത്തിയ നിയമപോരാട്ടത്തിന് ഒടുവിൽ ഈ CBI അന്വേഷണത്തിലേക്ക് ഹൈക്കോർട്ട് ഉത്തരവിടുന്ന 2 മാസങ്ങൾക്ക് ശേഷം അച്ഛനെയും അമ്മയും വകവരുത്തുന്ന സമയത്ത് അങ്ങനെയും കണക്ട് ചെയ്യാൻ പറ്റില്ലേ? ആ ഒരു കേസ് വീണ്ടും മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ മകനെ കൊന്ന ആ കൊലപാതകൾ ഈ പറഞ്ഞ വെളിച്ചത്തിലേക്ക് വരുമെന്ന് ഭയന്ന് ഇവരെ കൊന്നതുമായിക്കൂടെ. ഇനി ആ പട്ടി കുറയ്ക്കാതിരിക്കണമെങ്കിൽ കൃത്യമായിട്ട് മഴയുള്ള സ്ഥലം തിരിച്ചറിയണമെങ്കിൽ ഈ പറയുന്ന ഹാർഡ് ഡിസ്ക് മാറ്റണമെങ്കിൽ ഇതിലൊക്കെ കൃത്യമായിട്ട് അവരെ നന്നായി അറിയുന്ന ആരെങ്കിലും തന്നെ ആയിക്കൂടെ? എന്തുകൊണ്ട് അസം സ്വദേശിയിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്നു? അവരാണെങ്കിൽ ശിക്ഷിക്കപ്പെട്ടെ, അതിലപ്പുറത്തേക്ക് ഒരേ പാതയിലൂടെ മാത്രം സഞ്ചരിക്കണമെന്നില്ലല്ലോ. മകൻ്റെ മരണം ഈ പറയുന്ന കൊലപാതകം മാറ്റിയിട്ട് ആത്മഹത്യയിലേക്ക് ഒതുക്കിയ പോലെ ഈ അച്ഛൻ്റെയും അമ്മയുടെയും മരണവും ആത്മഹത്യ ആക്കാതിരുന്നാൽ കൊള്ളാം.